ഗംഗാവലി പുഴയിൽ നിലവിൽ യാതൊരു തിരച്ചിലും നടക്കുന്നില്ല എന്നതാണ്. നാവികസേനയുടെയും NDRFിൻ്റെയും SDRFിൻ്റെയും ഒക്കെ സംഘം ഈ സ്ഥലത്ത് നിന്ന് പൂർണ്ണമായും തന്നെ മടങ്ങിയിട്ടുണ്ട്. രാവിലെ നാവികസേനയുടെ ഉദ്യോഗസ്ഥർ ഒന്ന് വന്ന് ജസ്റ്റ് പുഴയിലേക്ക് ഇറങ്ങിയതില്ല, കരയിൽ നിന്നൊന്ന് നോക്കി എന്നല്ലാതെ യാതൊരു നടപടികളും ഇന്ന് നടത്തിയില്ല എന്നതാണ് തന്നെയാണ്. എന്തായാലും കാലാവസ്ഥ മാറ്റം വന്നിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്ന സാഹചര്യം, പുഴയിൽ കുറച്ചൊഴുക്കും ജലനിരപ്പും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും തൃശ്ശൂരിൽ നിന്നുള്ള സംഘം ഇവിടെ വന്ന് പുഴയുടെ പരിശോധന സ്ഥിതി എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ പുഴയിൽ കർണാടക പറഞ്ഞതുപോലെ പുഴയിൽ ഇറങ്ങി സാധ്യമാകും വിധത്തിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളിയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരയുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതില്ല എന്ന് തന്നെയാണ്. എന്നോടൊപ്പം അർജുൻ്റെ ബന്ധു ജിതിൻ ചേരുന്നുണ്ട്. എല്ലാ ദിവസവും പ്രതീക്ഷയോടെയാണ് ഇവിടെ ഒന്നിങ്ങനെ തുടരുന്നത്. പക്ഷേ നിങ്ങൾ നേരത്തെ ആശങ്ക പങ്കുവച്ചതുപോലെ തിരച്ചിലൊന്നും ഇപ്പോഴില്ലല്ലോ. അതെ, ഇന്ന് പ്രതീക്ഷയ്ക്ക് എല്ലാം അറ്റം കണ്ടിരിക്കുകയാണ്. ഇന്ന് കരയിലോ അല്ലെങ്കിൽ പുഴയിലോ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനമോ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. തീർച്ചയായിട്ടും വേദനാജനകമാണ്. പുഴയിലേക്കുള്ള റെസ്ക്യൂ ഉടൻ തന്നെ യന്ത്രസഹായത്തോടെ തുടങ്ങണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തുടക്കത്തിലുള്ള വീഴ്ച ഇനിയും ആവർത്തിച്ചുകൂടാ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇന്നലെ പറഞ്ഞതിന് വിപരീതമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് ഇപ്പം ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിനെപ്പോഴും നമ്മളോട് പറഞ്ഞത് അർജുനില്ലാതെ എങ്ങനെ തിരിച്ചു പോകാൻ കഴിയും എന്നാണ്. ആ സാഹചര്യം തന്നെയാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതും. പക്ഷേ ഇവിടത്തെ കാര്യം ഒരു പ്രതീക്ഷയ്ക്കൊത്ത കാര്യങ്ങളല്ല ഇപ്പോഴും നടക്കുന്നത്. 4 ദിവസം എന്നൊരു മിനിമം 4 days എന്നായിരുന്നു ഇന്നലെ MLA പറഞ്ഞിരുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് ഇന്ന് തൃശ്ശൂരിൽ നിന്നുള്ള അതിൻ്റെ ഓപ്പറേറ്റേഴ്സ് ഇവിടെ വന്ന് വിലയിരുത്തി അത് നാളെ വിലയിരുത്തുള്ളൂ എന്നാണ് അറിയാൻ പറ്റിയത്. നാളെ രാവിലെ ഒന്ന് വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ആ മിഷൻ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ കൊണ്ടുവരിക. അപ്പോൾ അതിലൊരു അനിശ്ചിതത്വമുണ്ട്. അതിന് എത്ര ദിവസം എടുക്കും എന്നുള്ളതിൽ. അപ്പോൾ അതുവരെ ഒരു റെസ്ക്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇവിടെ. ജിതിൻ സ്ഥലത്ത് തുടരുന്നുണ്ട്. അർജുനില്ലാതെ എങ്ങനെ തിരികെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയും എന്ന് ജിതിൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. പക്ഷേ സ്ഥിതിഗതികൾ അതിന് നേരെ വിപരീതമായാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിലവിൽ പുഴയിൽ യാതൊരുവിധ തിരച്ചിലും നടക്കുന്നില്ല തന്നെയാണ്. പക്ഷേ ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള പ്രവൃത്തി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഷിരൂരിൽ നിന്ന് പ്രേം ശശിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.